റെഡി ടു വെയർ സാരിയുടെ അന്ന് സോന ഇട്ടപ്പോൾ ഭയങ്കര എൻക്വയറി ആയിരുന്നു. ഇത് റെഡി ടു വെയർ ആണെന്ന് പറഞ്ഞിട്ട് പലരും വിശ്വസിക്കുന്നില്ല. കമൻറ്റിലൊക്കെ നമുക്ക് വരുന്ന മെസ്സേജ് മുഴുവൻ ഇത് റെഡി ടു വെയർ ആണെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്കെന്നാൽ ഇത് ഉടുപ്പിച്ച് കാണിച്ചാലോ എല്ലാവരെയും. നമ്മൾ റെഡി ടു വെയർ ആയിട്ട് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നതെന്നും കൂടെ കാണിച്ചു കൊടുക്കാം അല്ലേ. നമ്മളുടെ സാരിക്കിൻ്റെ എല്ലാ സാരികളും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഓണം സെലിബ്രേഷനൊക്കെ പോകുന്നവർക്ക് അറിയാൻ പറ്റും. ഓണം സെലിബ്രേഷൻ്റെ അന്ന് നമുക്ക് മേക്കപ്പ് സാരി ഉടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് എല്ലാം ഒലിച്ച് നമ്മളൊരു കുളമാകും. അതിന് മുമ്പ് ഇങ്ങനത്തെ റെഡി ടു വെയർ സാരിയൊക്കെ ആണെങ്കിൽ അന്നത്തെ മേക്കപ്പ് നന്നായിട്ടിടാം. സാരി ഉടുക്കാൻ സത്യം പറഞ്ഞാൽ തീരെ കുറച്ച് സമയം മതി. ഈ സാരി നമ്മളെല്ലാവർക്കും റെഡി ടു വെയർ ചെയ്ത് കൊടുക്കുന്ന ഓരോരുത്തരുടെ മെഷർമെൻറ്റ് അനുസരിച്ചാണ്, അവരുടെ ഹൈറ്റ് നോക്കിയിട്ടാണ് ഈ സാരി ഞാൻ ചെയ്തിരിക്കുന്നത്. സോനയുടെ മെഷർമെൻറ്റിലാണ്. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഉടുക്കുന്നതെന്ന്. ഇത് ഈസിയാണ്. ഇങ്ങനെയൊന്ന് ആദ്യത്തെ ഭാഗം നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്കേർട്ട് പോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അവിടെ ഒരു പിന്നെ നമ്മുടെ അണ്ടർ സ്കേർട്ടിൽ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ സ്ട്രോങ് ആയിട്ടിരുന്നോളും. ഇപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ അണ്ടർ സ്കേർട്ടിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുത്താലും മതി. കണ്ടോ? അതുപോലെ ഇതിങ്ങനെ ചുറ്റി നമ്മൾ സാധാരണ സാരിക്ക് കൊണ്ടുവരുന്ന പോലെ തന്നെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഏറ്റവും ബെറ്റർ ഹുക്കിനേക്കാൾ കൂടുതൽ ഒരു പിൻ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാം. പക്ഷേ അത് ഊരിപ്പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മൾ കൂടുതൽ പിൻ കുത്താനാണ് പറയാറ്. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇങ്ങനെ കറക്കി ഒന്ന് കൊണ്ടുവരിക. ഈ ഭാഗം കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ പ്ലേറ്റ് എടുത്ത് ഓൾറെഡി വെച്ചിരിക്കുകയാണ്. ഒന്ന് വൃത്തിയായിട്ട് എടുത്ത് മുകളിലോട്ട് വെച്ചാൽ മതി. അതെ. ഈ പ്ലേറ്റ് വൃത്തിയാക്കി എടുക്കുക. ഇവിടം നിങ്ങളുടെ ഇതിപ്പോൾ സോനയുടെ മെഷർമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മെഷർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ ഇവിടെയോട്ടൊന്ന് പിൻ കുത്തി കൊടുത്താൽ മതി. അപ്പം സാരി കഴിഞ്ഞു. ഇവിടെ നമ്മൾ പ്രീ പ്ലേറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഈ പ്ലേറ്റ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചിലർക്ക് താത്തിടണം എന്നുണ്ടായിരിക്കും, അങ്ങനെ താത്തിടാം. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആ പ്ലേറ്റിലൊന്ന് വൃത്തിയായിട്ടൊന്ന് എടുത്ത് വെച്ചാൽ മതി. യെസ്, മാനിക്വീനിലാണ്, അതുകൊണ്ട് അങ്ങനെ നിൽക്കത്തുള്ളത്. പക്ഷേ ഉടുക്കുന്ന സമയത്ത് നന്നായിട്ട് വരും. കണ്ടോ? ഇവിടെ ഒന്ന് പ്രീ ഓർഡർ എടുക്കുന്നതായിരിക്കും. സാരി ആണെങ്കിൽ ഏത് സാരി നിങ്ങൾക്ക് വേണമെങ്കിലും അതനുസരിച്ച് നമുക്ക് പ്രീ ഓർഡർ എല്ലാ സാരികളും നമ്മൾ റെഡി ടു വെയർ ആക്കി കൊടുക്കും. അല്ലാതെ റെഡി ടു വെയർ വേണം എന്ന് പറയുന്നവർക്ക് അങ്ങനെ നമ്മൾ ഇവിടുന്ന് സാരി എടുത്ത് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊന്നും ഇല്ല. അവരുടെ ലെങ്ത് മാത്രം നമുക്ക് പറഞ്ഞു തന്നാൽ മതി. ലെങ്ത് ഇവിടെ നിന്നുള്ള, അതായത് താഴെ വരെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ കാലിൻ്റെ ഇവിടെ അല്ല നിലത്ത് വെച്ചിട്ട് വേണം മെഷർമെൻറ്റ് എടുക്കാൻ. അങ്ങനെയാണെങ്കിലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.